വീക്കെൻഡ് ആയ കാരണം കൊണ്ട് കടയിൽ പോയാലൊന്നും പറഞ്ഞ കേട്ടോ ഞാനും എൻ്റെ കൊളീഗും ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ സാധാരണ സാധനങ്ങൾ മേടിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു കടയുണ്ട്. അവിടെ നമുക്ക് പഴങ്ങളും പച്ചക്കറികളും പിന്നെ നമ്മുടെ അപ്പം പൊടി ഈസ്റ്ററിൻ്റെ ഒക്കെ അപ്പം പൊടിയൊക്കെ കിട്ടും. അപ്പോൾ അത്യാവശ്യം ഞങ്ങൾ അവിടെ നിന്നാണ് മേടിക്കാറ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് അൽറയ എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ഇവിടെ അടുത്തുണ്ടെന്ന് കണ്ടു. അവിടെ ഒന്ന് പോകാമെന്ന് ഓർത്തു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പതിയെ നടന്ന് ഒരു 10 മിനിറ്റ് അത്രയും ദൂരമുള്ളൂ ഞങ്ങൾ അവിടെയാണെന്ന് പോയത്. ഞങ്ങൾ സൗദിയിൽ വന്ന സമയത്ത് താമസിച്ച റൂമിൻ്റെ അടുത്തൊരു അൽറയ ഉണ്ടായിരുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം വലിയ സൂപ്പർ മാർക്കറ്റാണ്, ഒരുപാട് സാധനങ്ങൾ അവിടെ കിട്ടും. അപ്പോൾ ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ ഇവിടെയും പോണത്. പക്ഷേ ഇത് അത്ര വലിയ അൽറയ അല്ല, എന്നാലും സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ എനിക്കിങ്ങനെ വലിയ ഷോപ്പിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചപ്പോൾ അടുത്ത ആഴ്ച ക്രിസ്മസ് ഒക്കെ ആണല്ലോ, അപ്പോൾ കുറച്ച് മീറ്റ് കിട്ടുവാണെങ്കിൽ എന്തെങ്കിലും മേടിക്കാമെന്നൊരു ഉദ്ദേശമാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷെ അവിടെ ഉണ്ടായിരുന്നത് ലാമ്പും പിന്നെന്താ ക്യാമലുമാണ് ഉണ്ടായിരുന്നത്. അത് കാരണം കൊണ്ട് പിന്നെ ഞാനൊന്നും മേടിച്ചില്ല. പിന്നെ അവിടെ അൽറയയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തിരുവ് സവാളയൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വിലക്കുറവിലിടും അവർ. അതായത് ഈ 1 റിയാൽ 2 റിയാൽ അങ്ങനെയൊക്കെ ഇടും. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അതൊക്കെ മതി. ഞാൻ സെൽഫ് കുക്കിംഗ് ഒന്നും അത്ര കാര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കണ ഒരാളൊന്നും അല്ല. അത്യാവശ്യം കുക്ക് ചെയ്യുന്നല്ലാണ്ട് ബാക്കിയെല്ലാം ഒരു ഒപ്പിക്കൽ പരിപാടി എനിക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് സവാള മേടിച്ചു. പിന്നെ സ്ട്രോബെറി കണ്ടപ്പോൾ എന്നാൽ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഓവർനൈറ്റ് ഓട്സ് അങ്ങനെ എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടിയാണ്. അപ്പോൾ ഈ സ്ട്രോബെറി നമുക്ക് അങ്ങനെ ഓവർനൈറ്റ് ഓട്സിലിട്ട് കഴിക്കാമല്ലോ. അങ്ങനെ ഒരു പ്ലാനിൽ സ്ട്രോബെറി എടുത്തു. പിന്നെ അങ്ങനെ വലിയ വിലക്കുറവെന്നൊന്നും പറയാനില്ല, ഇവിടെ അത്യാവശ്യം നല്ല വിലയുള്ള സ്ഥലമാണിത്. പിന്നെ എന്താ പറയുക, പിന്നെ ഞങ്ങളൊരു 5 മണിക്ക് ആയപ്പോഴത്തേക്കും തിരിച്ച് റൂമിലെത്തി കേട്ടോ. നല്ല തണുപ്പായിരുന്നു, എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം ആ തണുപ്പ്. പിന്നെ വീക്കെൻഡും ഒക്കെ ആയതുകൊണ്ട് റോഡിൽ നല്ല അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നടന്നാണ് പോയതും നടന്നാണ് തിരിച്ചു വന്നത്. നമുക്ക് ഇവിടുന്ന് നടന്നു പോകാവുന്ന ദൂരത്തിൽ 5 റിയാൽ ഷോപ്പൊക്കെ ഉണ്ട്. അവിടെയും ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ അവിടെ വരെ നടന്നു പോകാനുള്ള ഒരു മടിയും കൊണ്ടും അവിടെ ഒരു തവണ പോയതാണല്ലോ എന്നോർത്തും കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ അൽറയ ചൂസ് ചെയ്തത്. ഇനിയിപ്പോൾ അവിടെ പോകണം, അവിടെയും പോയി നോക്കണം ഒരു ദിവസം. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്, സാലറി ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ട്രോബെറി മേടിച്ചു, പിന്നെ കുറച്ച് സവാളയും കുറച്ച് ക്യാരറ്റും പിന്നെ കുറച്ച് തക്കാളിയും. ഇതിൻ്റെയൊക്കെ വില നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. നിസ്സാര വിലയുള്ളൂ. കുറച്ച് എടുത്തേക്കണോണ്ട് ഒരുപാട് വിലയൊന്നും ആയില്ല, കുറച്ച് വില ആയുള്ളൂ. ഇതിൽ ക്യാരറ്റ് മാത്രമാണ് എനിക്ക് പെട്ടെന്ന് തീർന്നു പോകണ ഐറ്റമുള്ളൂ. ബാക്കി സവാളയും തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം എനിക്ക് ഒരുപാട് നാളത്തേക്കുള്ളതുണ്ട്. ഒരുപാട് നാളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഏകദേശം ഒരു 1.5 മാസത്തിൽ കൂടുതലിരിക്കും കേട്ടോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ കൂട്ടുക.